നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സെഗ്യൂറോ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLCയുടെ ജയമായ സിജിലാൽ മാത്യുവിൻ്റെ അടുത്താണ്. നമുക്ക് ഇപ്പോഴും കറൻ്റ്ലി ഉള്ള ഒരുപാട് ഇൻഷുറൻസ് ആവശ്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അദ്ദേഹത്തിൽ നിന്നറിയാം. നമസ്കാരം. താങ്ക് യു. എനിക്കറിയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഷുറൻസ് ഒരു അത്യാവശ്യ ഘടകമാണ്. ഉറപ്പായിട്ടും. അപ്പം അതെങ്ങനെയാണ് സാധാരണ ആൾക്കാർക്കും അതല്ല ഹൈഫൈ പ്രൊഫൈലുള്ള ബിസിനസ്സുകാർക്കും ഉപകാരപ്പെടുന്നത്, അതിനെക്കുറിച്ച് എൻ്റെ ഡീറ്റെയിൽ അറിയാനാണ്. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഒരു വൈഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓക്കെ, അതിലേക്ക് ആദ്യം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഒരു ബേസ് ഇൻട്രൊഡക്ഷൻ തരാം. എൻ്റെ പേര് ജസ്ലാൽ. അപ്പോൾ ഞാനിപ്പോൾ സെഗ്യൂറോയിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ 2017 മുതൽ സെഗ്യൂറോ എന്ന് പറഞ്ഞൊരു സെഗ്യൂറോ ഇസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അപ്പോൾ സെഗ്യൂറോ ഗ്രൂപ്പ് ഓഫ് കമ്പനി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ ഈ സീനിലേക്ക് വരുന്ന സമയത്ത് തന്നെ വൺ ഓഫ് ദി ടോപ്പ് 10 ബ്രോക്കേഴ്സ് UAE ആകാനുള്ള ഒരു നിലയിൽ അന്ന് ഇവർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് 200+ പീപ്പിൾ ഇനീഷ്യലി തന്നെ ഇൻസെപ്ഷനിൽ വന്ന് തുടങ്ങിയ ഒരു ഫേമായിരുന്നു. അപ്പോൾ അതിലന്ന് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇന്ന് ഞാൻ ഇതിൻ്റെ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ 8-9 കമ്പനിയുണ്ട്. ഒരാളാണ് സിംഗിൾ ഓണറാണ്, മിസ്റ്റർ ഫറൂഖ് അലിയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയർമാൻ. അതിൽ പുള്ളിയുടെ 8-9 കമ്പനികളിൽ ഏക പാർട്ട്ണറായിട്ടുള്ളത് ഞാനാണ്. ഞാൻ സെഗ്യൂറോ ഇൻഷുറൻസിൻ്റെ ഈ ഇൻഷുറൻസ് ഫേം കംപ്ലീറ്റ്ലി ഞാൻ മാനേജ് ചെയ്യുന്നു. ഞാൻ അതിൻ്റെ ഒരു പാർട്ട്ണറും കൂടിയാണ്. എൻ്റെ ഇൻഡസ്ട്രി കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിത്തമോ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അതിന് മുകളിലേക്ക് നമ്മൾ വന്നാൽ ഇൻഷുറൻസ് തുടങ്ങിയത് ബജാജ് അലയൻസിൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അവരുടെ ട്രെയിനറായിരുന്നു. അവരുടെ മെഡിക്കൽ ഇൻഷുറൻസും അതുപോലുള്ള വാക്യങ്ങളുടെ പ്രോസസ് ട്രെയിനിങ്ങുകൾ കഴിഞ്ഞു. പിന്നെ ദുബായിൽ വന്നു. ദുബായിൽ അവിടെ ഓൾമോസ്റ്റ് 10 years ഇൻ ബാംഗ്ലൂർ. അതിനുശേഷം ദുബായിൽ വന്ന് മൾട്ടിപ്പിൾ ബ്രോക്കേഴ്സിൽ ജനറൽ മാനേജർ പൊസിഷൻസിൽ അങ്ങനെ ഹെഡ് ചെയ്തിട്ടുണ്ട്. പല കമ്പനികളിൽ അടുത്ത ലെവലിലേക്ക് മാറ്റി ഇവിടെ വന്ന് പാർട്ട്ണർഷിപ്പ് എടുത്ത് ഇത് നമ്മൾ ഈ ബ്രോക്കർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഇൻഷുറൻസിന് പ്രാധാന്യം ഞാൻ എന്താണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പൽസറി അല്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ ആൾക്കാരുടെ ആവശ്യം വരുമ്പം പോയി അറിഞ്ഞെടുക്കുന്ന ഒരു സാധനമാണ് ഇന്ത്യയിൽ ഇൻഷുറൻസ്. ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അബുദാബിയിൽ ഇൻഷുറൻസ് മാൻഡേറ്ററി ആയിട്ട് ഒരുപാട് വർഷങ്ങളായി. അത് വിസ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് മാൻഡേറ്ററി ആയിരുന്നു. അതിനുശേഷം ദുബായിൽ വന്നു, DHA ഗൈഡ് ലൈൻസ് വന്നു. DHA ദുബായിലും ഇൻഷുറൻസ് മാൻഡേറ്ററി ആയി വന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ വരുന്നത് വളരെ ആപ്ലിക്കബിൾ ടൈമിലാണ്. കാരണം 2-3 months നൗ ഫ്രം ജാനുവരി നമുക്ക് കൺസിഡർ ചെയ്യാം. നോർത്തേൺ എമിറേറ്റ്സിൽ, അതായത് ബാക്കി എല്ലാ എമിറേറ്റ്സിലും ഇൻഷുറൻസ് ഇന്ന് മാൻഡേറ്ററി ആണ് ബൈ ലോ. കാരണം ആർക്കൊരു വിസ സ്റ്റാമ്പ് ചെയ്യണമെങ്കിലും ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ് ഗവൺമെൻറ് വർത്തമാക്കിയിരിക്കുന്നത്. അതിന് ഒരുപാട് മീനിങ് ഉണ്ട്. കാരണം ഞാൻ ലൈഫ് ഇൻഷുറൻസോ അതൊക്കെ മാറ്റി വെച്ച് നമ്മളിപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് മാത്രം പറയുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ എക്സ്പെൻസസ് കോസ്റ്റ്, ഞാനത് ഒരുപാട് ആൾക്കാരുടെ ഡേ ടു ഡേ ബേസിസിൽ നമ്മളതിൻ്റെ ഇനീഷ്യലി നമ്മളതിൻ്റെ ഇമ്പാക്റ്റ് അറിയുന്നില്ല. നമ്മളതിൻ്റെ ഇമ്പാക്റ്റ് അറിയുന്നത് നമുക്കൊരു മെഡിക്കൽ കണ്ടീഷൻസ് വന്നു കഴിയുമ്പോഴാണ്. അതുവരെ ആരും ഇതിനെപ്പറ്റി ബോധവാന്മാരല്ല. നമ്മളിപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഫുൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ഞാനൊരു ക്ലിനിക്കിലും പോകുന്നില്ല, ഞാനൊരു ഹോസ്പിറ്റലിലും പോകുന്നില്ല. ഇൻഷുറൻസിൻ്റെ ഒരു റിക്വയർമെൻറ്റ് പോലും എൻ്റെ മനസ്സിലില്ല. ആകെയുള്ള റിക്വയർമെൻറ്റ് എന്താണ്? വിസ സ്റ്റാമ്പിങ് കൊണ്ട് എന്തെങ്കിലും മതി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ നമുക്കിപ്പോൾ പറഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ് ഇനീഷ്യലി ദുബായിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ബേസിക് പ്ലാൻ 525 ആയിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പോൾ പല കമ്പനികളും 650 അതിന് മുകളിലേക്കും ബേസിക് പ്ലാൻ തുടങ്ങുകയാണ്. അതൊരു തുടങ്ങുന്ന പ്ലാൻ മാത്രമാണ്. അതിൻ്റെ ഒരു ബേസിക് ബെയർ മിനിമം റിക്വയർമെൻ്റ് എന്ന് മാത്രമാണ് 650 പറയുന്നുള്ളൂ. അവിടെ തൊട്ട് നമുക്ക് എത്ര ഹൈ എമൗണ്ടിലേക്കുള്ള പ്ലാനുകളും ഉണ്ട്. അത് ഓരോ വ്യക്തിയുടെ നീഡ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഹെൽത്ത് നമ്മളൊരു ക്ലിനിക്കിലേക്ക് ചെയ്യുന്നു. നമുക്കിപ്പോൾ മിനിമം ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ ചെന്നാൽ ഇന്നത്തെ ഞാൻ ക്ലിനിക്കിലോ ഹോസ്പിറ്റലുകളോ നെഗറ്റീവായിട്ട് പറയണതല്ല, നമ്മളിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി മേ ബി ആഫ്റ്റർ കോവിഡ് എഫക്റ്റും അതിനും ഒരു ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്പർ ഓഫ് കേസസ് ഇൻ ദ ഹോസ്പിറ്റൽ, നമ്മളിപ്പോൾ എൻ്റെ ഞാനിപ്പോൾ നമ്മൾ ലാർജ് നമ്പർ ഓഫ് കോർപ്പറേറ്റ് ക്ലയൻസിന് ഒരുപാട് സ്പെഷ്യലൈസ്ഡ് മാനേജ് ചെയ്യുന്ന ബ്രോക്കറാണ് ഞങ്ങൾ. ഇപ്പോൾ അതിൽ തന്നെ ഞാനിപ്പം ഫ്യൂ നെയിംസ് നിങ്ങളോട് ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ തന്നെ ഇപ്പം നെസ്റ്റോ ഗ്രൂപ്പ് കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മൾ നെസ്റ്റോ ഗ്രൂപ്പിനെ കംപ്ലീറ്റ് നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ എല്ലാ സ്റ്റാഫിൻ്റെയും ഇൻഷുറൻസ് റിക്വയർമെൻറ്റ്സ് നമ്മൾ മാനേജ് ചെയ്യുന്നതാണ്. അവരുടെ വളർച്ചയിൽ ഫുൾ ടൈം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ നെസ്റ്റോ ഉണ്ട്, തലാൽ ഗ്രൂപ്പ്, ഇതുപോലുള്ള അറിയപ്പെടുന്ന നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അറിയപ്പെടുന്ന പല ബിഗ് നെയിംസും നമ്മുടെ ക്ലയൻസാണ് വർഷങ്ങളായിട്ട്.
അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ എന്താ പറയുക വളരെ ഇതോട്ട് നോക്കി കാണുന്നതും അവരുടെ ഓരോ ക്ലെയിമുകളായിക്കോട്ടെ ഇവാലുവേഷനാക്കി എല്ലാം നോക്കും. ഒരു പാറ്റേൺ കൂടിയിട്ടുണ്ട് ആഫ്റ്റർ കോവിഡ്. അതിനെ നമ്മൾ ഒരിക്കലും നോ എന്ന് പറയാൻ പറ്റില്ല. ബിഫോർ കോവിഡ് ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഒരു ഏജിലുള്ള ഒരാൾ 1 or 2 പ്രാവശ്യമാണ് ക്ലിനിക്കുകളോ ഹോസ്പിറ്റലിലോ പോകേണ്ടിയിരുന്നതെങ്കിൽ ആഫ്റ്റർ കോവിഡ് അങ്ങനല്ല. പല തരത്തിലുള്ള മെഡിക്കൽ ഇമ്പാക്റ്റ് കാരണം നമ്മുടെ റെഗുലർ വിസിറ്റ്സ് കൂടിയിട്ടുണ്ട്. ഞാൻ പറയുന്ന റിപ്പോർട്ടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഡെത്ത് ഫാക്ടർ തന്നെ കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എവിടെയാണ് കേട്ടിരിക്കണേ, നമ്മുടെയൊക്കെ വെരി റയർ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കേൾക്കുന്നത് ആരെ പറ്റിയാണ്? റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കൊളസ്ട്രോൾ ഒക്കെ വന്ന് വലിയ ഒരു ഏജിന് ഒരു 60 വയസ്സിനൊക്കെ മേലെ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ്. ഇന്ന് 26 ഇയേഴ്സിൽ എനിക്ക് ലാസ്റ്റ് വീക്ക് എൻ്റെ ഒരു ക്ലയൻറ്റിൽ 26 ഇയേഴ്സ് ഉള്ള ഒരു ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചിട്ടുണ്ട്. എന്താ കാരണം? ഒരു ഇതുമില്ല. അപ്പം ഏജ് എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ അല്ലാതെ മാറി. അത് എപ്പം വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കണ്ടീഷൻസായി. അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞ കോവിഡിൻ്റെ വാക്സിൻ്റെ ഇമ്പാക്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ സ്ഥിരീകരിക്കുന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ എന്തൊക്കെ കഴിഞ്ഞാലും കോവിഡ് വന്നു പോയിട്ടുള്ളത് കൊണ്ടാവാം, അതിൻ്റെ നെഗറ്റീവ് ഫലങ്ങളാവാം, അല്ലെങ്കിൽ വാക്സിൻ്റെ ആവാം, എന്തിൻ്റെ ഒക്കെ ആണെങ്കിലും നമുക്കിന്ന് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് നമ്മളുടെ ഫ്രീക്വൻസി ഓഫ് വിസിറ്റ് ടു ക്ലിനിക് ആൻഡ് ഹോസ്പിറ്റൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. നമ്മൾ നമ്മുടെ കാര്യം എടുത്താൽ പോലും നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് വന്നാൽ അതിൻ്റെ ക്യൂറിങ് ടേം ഇപ്പം പണ്ട് നമുക്ക് പെട്ടെന്ന് വന്ന് ഒരു മെഡിസിൻ എടുത്താൽ മാറുന്ന സാധനം ഇന്ന് മാറുന്നില്ല. അതിന് റിപ്പീറ്റഡ് ആയിട്ട് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ മേ ബി ഇത് ജനറേഷൻ ബേസും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമ്പാക്റ്റുകൾ കൊണ്ടൊക്കെ നമ്മൾ വന്നതായിരിക്കും. പക്ഷേ ഇവിടെ UAE വെച്ച് നോക്കിയാൽ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ് ഭയങ്കര കോസ്റ്റാണ്. ഇനിയിപ്പം നമ്മൾ അതിനെപ്പറ്റി വളരെ ഒരു പ്രിസൈസ് ആയിട്ട് തന്നെ ആൻസർ പറയുവാണെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ് ഹൈലി കോസ്റ്റ്ലിയാണ്. ലെറ്റ്സ് ഇപ്പോൾ നോർത്തേൺ എമിറേറ്റ്സിലൊക്കെ ചില ക്ലിനിക്കിൽ ഇച്ചിരി കുറവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും ഇപ്പോൾ അബുദാബി അല്ലെങ്കിൽ ദുബായിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്ലിനിക്കുകളിൽ പോയാൽ നമ്മളൊരു മിനിമം ഡോക്ടർ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 200 dirhams കൺസൾട്ടേഷൻ ചാർജ് 100 to 200 dirhams ആണ് സ്റ്റാൻഡേർഡ് ക്ലിനിക്കിൽ നമുക്ക് വരുന്നുണ്ട്. 200 dirhams വെറും കൺസൾട്ടേഷൻ ചാർജ് ആണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു പനി അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണ്ടീഷന് ഡോക്ടറെ കണ്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് അനദർ 200 dirhamsന്റെ മെഡിസിൻസ് ഇന്ന് എഴുതുന്നുണ്ട്. അത് കമ്പൾസറി ആയിട്ട് വരുവാണ്. നമ്മൾ അതിന് അകത്തുനിന്ന് 2 മെഡിസിനെ കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 2 ഡെയിലി മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമുക്ക് തരുന്ന മെഡിസിൻസിൻ്റെ അളവ് വെച്ച് നോക്കിയാൽ ഓൾമോസ്റ്റ് 200,000. അപ്പം ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒരു ഡോക്ടർ വിസിറ്റ് നടത്തി വന്നാൽ വെറും മെഡിസിനും കൺസൾട്ടേഷനും കൂടെ തന്നെ 400 dirhams ആയി. ഇവിടെ 1000 dirhams തൊട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. കാരണം ഞാൻ ഈ വലിയ വലിയ ക്ലയൻറ്റുകളെ മാനേജ് ചെയ്യുന്നതുകൊണ്ടും കോർപ്പറേറ്റ് ക്ലയൻറ്റുകൾ ഉള്ളതുകൊണ്ടും എനിക്കറിയാം ഇൻഡസ്ട്രിയൽ ഏരിയ പോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ മന്ത്ലി സാലറിയാണ് 1000 dirham. ഒരു ഡോക്ടർ വിസിറ്റിന് 400 dirham. ഐ സെഡ് ഓൺലി അബൌട്ട് മെഡിസിൻ, ഡോക്ടർ കൺസൾട്ടേഷൻ. തീർന്നില്ല. എങ്ങനെ നമ്മളൊരു ഡോക്ടറെ ഇന്ന് കണ്ടാലും ഒരു 2 ടെസ്റ്റ് എങ്കിലും എഴുതാതെ ഇന്നൊരു ഡോക്ടർ നമ്മളെ തിരിച്ച് പറഞ്ഞു വിടും എന്നുള്ളത് എൻ്റെ ഒരു അറിവിൽ ഇപ്പോൾ ഇല്ല. അത് ആ ഇൻഡസ്ട്രീനെ റോങ് ആയിട്ട് പറയണതല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഒരു തലവേദനക്ക് അറിയുകയും വേണമല്ലോ. അവർക്ക് ഈ പറയും പോലെ ചെറിയ ചെറിയ സിംറ്റമായിട്ട് വരുന്നു, ആ സിംറ്റത്തിന്റെ ഡീറ്റെയിൽ ചെയ്യണമെങ്കിലും അവർ ഈ പറയും പോലെ ഇതെല്ലാം ആവശ്യമാണ്. 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ കുറച്ചും കൂടി അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ട്, അവർക്കൊരു ഇവാലുവേഷൻ അവരുടേതായതുകൊണ്ട് അവരതിന് മെഡിസിൻ തന്നു. നമ്മൾ പറയും ആവശ്യമുള്ള ഇത്രയും കഴിച്ചാൽ മതി. അത് ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയാം. നമ്മൾ പണ്ട് കാണുന്ന ഡോക്ടർമാരെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നു. ആ ഡോക്ടർക്ക് നമ്മളോടൊരു ഫാമിലി അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളോട് പറയും ആദ്യം വേണ്ട, ഇത് കഴിച്ചാൽ മതി എന്ന് പറയും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇതെല്ലാം വളരെ എക്കണോമിക്കലായി മാറി. നമ്മളൊരു ഡോക്ടറെ കാണുന്നു, നാളെ ആ ഡോക്ടറെ കാണുമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നാളെ വേറൊരു ഡോക്ടറെയാണ് നമ്മൾ പോയി കാണുക, അല്ലെങ്കിൽ വേറൊരാൾ സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുന്നു. നമ്മളിന്ന് കോസ്റ്റ് കൂടി നമുക്ക് എവിടെ പോകുന്നു പെട്ടെന്നുള്ള സൊല്യൂഷനാണ് നോക്കണേ. നമ്മളൊരു ലോങ് ടൈം ഇന്ന് മനുഷ്യന്മാർ ശ്രദ്ധിക്കുന്നില്ല. ഒരു കോൾഡ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്ടറോട് ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ ഡോക്ടറിൻ്റെ പറയാം, ഒരു കോൾഡിന് നമുക്കൊരു നോർമൽ കോൾഡ് വന്നു, അത് നമ്മൾ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരു 3 to 4 days എന്താവും, ഓട്ടോമാറ്റിക്കലി പോകും. നമ്മൾ ആ 3 days കോൾഡിന് നമ്മളിന്ന് മരുന്ന് കഴിച്ചാൽ ഇമ്മീഡിയറ്റ്ലി വേറെ ഒരു സൊല്യൂഷനും ഇല്ല. അതിന് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഉള്ളിലുള്ള ആ ഫ്ലൂയിഡിനെ പുറത്തേക്ക് വരാതെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉപകാരം മാത്രമേ ഈ മെഡിസിൻ കൊണ്ടുള്ളൂ. അതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരുപാട് കോൺസിക്വൻസ് ഉണ്ട്. എന്താണ്, നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഉള്ളിൽ ഓൾറെഡി ഫ്ലൂയിഡ് ഉണ്ട്, ഇറ്റ് ഹാസ് ടു കം ഔട്ട്. നമ്മൾ എന്ത് ചെയ്തു, മെഡിസിൻ കഴിച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതവിടെ സ്റ്റോപ്പായി. അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് നമുക്ക് പിന്നെയും വരും. അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. എങ്കിലും ഞാൻ പറഞ്ഞ റിക്വയർമെൻറ്റ് ഇതാണ്, നമ്മുടെ കോസ്റ്റ് ഓഫ്
മെഡിസിൻസ് ഭയങ്കര ഹൈ ആയിട്ടുണ്ട്. അതിപ്പം ഞാൻ പറയണത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം US അവിടെയൊന്നും പോലെ ബ്രാൻഡഡ് മെഡിസിൻസ് അവിടെ US ലെറ്റ്സ് ഒരു കമ്പാരിസൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ US പോലുള്ള രാജ്യങ്ങളിൽ ഡോക്ടർമാർ മെഡിസിൻസ് ഒന്നും എഴുതുന്നില്ല, അവരാകെ എഴുതുന്നത് അതിൻ്റെ ഫോർമുലറി കണ്ടന്റ് മാത്രമാണ്. അപ്പം നമുക്കൊരു പർട്ടിക്കുലർ മെഡിസിൻസ് അത് ഗവൺമെൻറ് ഡിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ഉണ്ട്, അത് പോയിട്ട് നമ്മൾ അതിൽ നിന്നൊരു മെഡിസിനാണ് അവർ ഫാർമസിയിൽ നിന്ന് കിട്ടുക. ഇവിടെ ഒന്നും അങ്ങനെയല്ല, ഡോക്ടർ ഏത് ബ്രാൻഡാണ് എഴുതുന്നത് ആ മെഡിസിൻസ് ആണ് നമുക്കിന്ന് ഫാർമസിയിൽ കിട്ടുന്നത്. ഒരേ ഫോർമുലയുള്ള മെഡിസിൻസ് പല ബ്രാൻഡിനും പല കോസ്റ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 80% ആൾക്കാരും നമ്മൾ ഭയങ്കര അറിവുള്ളവരാണ് എന്നൊക്കെ നമ്മൾ നടിച്ചാൽ പോലും നമുക്ക് ഈ മെഡിസിനെ പറ്റി എന്നുള്ള ഒരു ബേസിക് അറിവില്ല. അവരെന്ത് എഴുതിയോ അതിന് വേണ്ടി വാദിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അത് കിട്ടണം എന്നുള്ളത്, അത് ഇൻഷുറൻസിലായാലും അല്ലെങ്കിലും അത് നമ്മൾ ബ്ലൈൻഡായിട്ട് എടുക്കുന്ന ഒരാൾക്കാരാണ്. അതാണ് നമ്മുടെ ഒരു കാറ്റഗറി. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കോസ്റ്റ് ഇത്രയും കൂടിയത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് ഇല്ലാതെ ഒരു സാധാരണക്കാരനെ കൊണ്ട്, ഞാൻ പറഞ്ഞത് വലിയ കണ്ടീഷൻസ് മാറ്റി നിർത്തിയാൽ പോലും ഒരു നോർമൽ ഇന്ന് ഈ മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ പോലും ഒരു വർഷം ഒരു 1-2 പ്രാവശ്യം ഡോക്ടറെ കാണാത്തവരായിട്ട് കാണാനുള്ളത് വളരെ ചുരുങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പോയി ഇറങ്ങി വരുന്നതിന് മെഡിസിൻ കോസ്റ്റ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് 500 ദിറംസ് ടെസ്റ്റും കാര്യങ്ങളും വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ലാണ്ട് ഈ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നോട്ട് പ്രാക്ടിക്കൽ. അത് എല്ലാ കമ്പനികളും ഇന്ന് കൊടുക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എത്രയും ഇച്ചിരിയുടെ ബെനിഫിറ്റ് കൂട്ടി, നല്ല ബെനിഫിറ്റ്, അതായത് അത്യാവശ്യം ഒരു വ്യക്തിക്ക് പോയാൽ ആവശ്യമുള്ള റിക്വയർമെൻറ്റുകൾ കവർ ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് എല്ലാ കമ്പനികളും അവരുടെ എംപ്ലോയീസിന് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇൻഷുറൻസുകാരനായതുകൊണ്ട് മാത്രമല്ല, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എഴുതാനും ആവശ്യമുള്ള മെഡിസിൻസ് മാത്രം പേഷ്യൻസിനെ കഴിപ്പിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ അപ്പുറത്തെ സൈഡിൽ നിന്ന്, ഹെൽത്ത് സൈഡിൽ നിന്ന് ഡോക്ടേഴ്സും ആ വെട്ടിക്കളുള്ള ആൾക്കാരും തിരിച്ചിങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇടയ്ക്ക് കേസസ് കാണുന്നുണ്ട്. ഇപ്പം മുമ്പ് നമ്മളെടുത്തു, മുമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഫ്രീ ആയിരുന്നു അല്ലേ? നിങ്ങൾ സാറിന് അറിയാമായിരിക്കും, മുമ്പ് വരുന്ന നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിരുന്നു. ഇന്ന് അവിടെ ഇല്ല. അവിടെയും ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് കാർഡ് വേണം, അല്ലെങ്കിൽ ഓൺലി അപ് ടു സ്റ്റെബിലൈസേഷൻ. ഒരു എമർജൻസി പോയാൽ ആ സ്റ്റെബിലൈസേഷൻ വരെ മാത്രമേ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളൂ. അത് കഴിഞ്ഞ് അവർ എവിടെയാണോ ഇൻഷുറൻസ് ഉള്ളത് അവർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ അവരുടെ ഉദ്ദേശം, എനിക്ക് തോന്നുന്നു ഉദ്ദേശമല്ല, 101% ഷുഡ് ബി. കാരണം എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അങ്ങനെ മാത്രം. കാരണം ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. അത് ഹെൽത്ത് ഇൻഷുറൻസ് 100% മാൻഡേറ്ററി ആണ്. അല്ലാതെ നമ്മൾ ഈ ഒരു എക്സ്പെൻസിനെ താങ്ങാൻ എത്ര പേർക്ക് പറ്റും? ഒക്കെ നമുക്ക് പറയാമായിരിക്കാം ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ട, പണ്ട് അങ്ങനെ ഒരു പറ്റത്തില്ല. നമ്മളതിന് പ്രാക്ടിക്കലായിട്ട് പറ്റും. കാരണം ഈ പറയും പോലെ ഒരു അസുഖം വന്ന് നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ പലരെയും സമീപിക്കുന്നു. അതായത് ഒരു ചെറിയ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് അറിയുന്നത് അത് ചെറുതല്ല, അപ്പോഴും ഇൻഷുറൻസ് ഇല്ല. അപ്പം ഫസ്റ്റിലിപ്പോൾ ഒരു 300-200 രൂപ കൊടുത്ത് നമുക്ക് അകത്ത് ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വരുന്ന 5000-4000 ഒക്കെയാണ്. അപ്പം അതിന് താങ്ങാൻ പറ്റുന്നില്ല. കാരണം താങ്ങാൻ പറ്റുന്ന ഇൻഷുറൻസ് ഇല്ല. അപ്പം ശരിയാണ്, താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ ഇവിടുത്തെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊരു സേഫ് ലൈഫുമാണ്. ഒരു മനുഷ്യന്റെ ലൈഫ് സേഫ് ആക്കാൻ ഇൻഷുറൻസ് അത്യാവശ്യമാണ്. ഉറപ്പായിട്ടും. അത് കാരണം നമുക്കറിയില്ലല്ലോ, നമുക്കിപ്പോൾ ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ ഗ്യാരണ്ടി ഉണ്ട്, മനുഷ്യന് ഒരു ഗ്യാരണ്ടി ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി ഇല്ല. നമ്മളിപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയുന്നത് പോലും നമുക്ക് ഗ്യാരണ്ടി ഇല്ല അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ക്യാൻസർ കേസ്, ഞാനത് പറയുന്നത് ക്യാൻസർ കേസുകൾ, ഒരുപാട് ക്യാൻസർ കേസുകൾ ഇന്ന് മാർക്കറ്റിൽ എത്രയോ ആൾക്കാർക്ക് ചെറിയ, അതിനൊന്നും ഏജ് വ്യത്യാസമൊന്നും ഇല്ല, ക്യാൻസർ വരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിംഗ് പ്രോഗ്രാം 1,50,000 ആനുവൽ ലിമിറ്റ് ഉള്ള ഒരു ഇൻഷുറൻസ് പ്ലാനുകളിൽ പോലും ആ 150,000 ഒരു വർഷം എക്സോസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഗവൺമെൻറ് തരാൻ, നമ്മുടെ ബേസിക് പ്ലാനുകൾ, ദുബായിയുടെ ഒക്കെ ബേസിക് പ്ലാനുകൾ അത് ഗവൺമെൻറ് തന്നെ തരുന്നുണ്ട്. അതായത് നമ്മുടെ 150,000 ആനുവൽ ലിമിറ്റ് കഴിഞ്ഞ് എക്സോസ്റ്റ് ആയാൽ ബാലൻസ് ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യുന്ന പ്രോഗ്രാം ഇവിടെയുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേഷ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഒരു സാധാരണക്കാരൻ അവൻ്റെ 150,000 ആനുവൽ ലിമിറ്റ് എക്സോസ്റ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് സ്കീമിൽ ബാലൻസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതാണ്. എത്ര പേർക്ക് പ്രാക്ടിക്കലാണ്? നമ്മൾ അത് ഒരു സാധാരണക്കാരന് പോട്ടെ, ഒരു കമ്പനിയെ കൊണ്ട്, ഞാൻ ചോദിക്കുന്ന ഒരു നോർമൽ ഒരു ചെറിയ കമ്പനി ആയിക്കോട്ടെ, ഒരുപാട് നമുക്ക് കഫറ്റേറിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സലൂണുകൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്പനികൾ നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ ഇയർലി ടേൺ ഓവർ ആയിരിക്കാം 150,000 ഇല്ലേ? നമ്മൾ അവരെ അങ്ങനെ എല്ലാവരും വലിയ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എംപ്ലോയിനെ സഹായിക്കാനുള്ള സഹാനുഭൂതി ഓണർക്കുണ്ടായെങ്കിൽ പോലും 150,000 എടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അല്ല, അപ്പം അത് വരുന്നതിന് മുമ്പ് പക്ഷേ ഒരു 650 ദിറംസിൻ്റെ ഇൻഷുറൻസ് നിങ്ങളത് കവർ ചെയ്യുന്നുണ്ട്. അതെ,
തീർച്ചയായിട്ടും അത് എടുത്തു കഴിഞ്ഞാൽ സേഫ് സോണിലോട്ട് മാറുകയാണ്. 101% നമ്മൾ കാരണം നമുക്ക് അറിയാവുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലൈസ് ആയിരുന്നു. പുള്ളി എന്താണ് ഒരു സ്ട്രോക്ക് പോലെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ 3 ദിവസം വെന്റിലേഷനിലായിരുന്നു. ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഏകദേശം 68,000 ദർഹമായി. അവർ വളരെ കഷ്ടപ്പെട്ടാണ് അത് പലരുടെയും നിന്നും അതിനെ അതിജീവിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. ഉറപ്പായിട്ടും അതിന് എൻ്റെ ഒരു കോർഡിനേഷൻ വ്യത്യാസം കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. അതും നിങ്ങൾക്ക് നിങ്ങളതിൻ്റെ ഗുണം മനസ്സിലാക്കുന്നത്, ഇൻഷുറൻസ് ഇപ്പോൾ ഉണ്ടെന്ന് നോക്കാം. നമുക്കൊരാൾക്ക് ഈ നിങ്ങൾ ആ പറഞ്ഞ കേസ് എടുത്താൽ മതി. ആ കേസിൽ അവിടെ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നതാണെങ്കിൽ ഈ പറയുന്ന സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിലും ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ട്. ആ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഓരോ ബില്ലിങ് അവിടെ വരുന്ന സമയത്തും അവിടെ ഓരോ സമയത്തും നിങ്ങൾ അവിടെ ഡോക്ടർമാർ ഓരോ ഇവാലുവേഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. അവിടെയും ഡോക്ടർ പാനൽ ഇതിനെ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇവരുമായിട്ട് കോർഡിനേഷൻ വരെ നടത്തുന്നുണ്ട്. എന്താണ് അടുത്ത ഫർദർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഫാക്റ്റും കൂടെ ഇൻഷുറൻസ് ചെയ്തിരുന്നുണ്ട്. ഇൻഷുറർ വെറുതെ ആ പ്രീമിയം ഹോസ്പിറ്റലിൽ കൊടുക്കാമെന്ന് മാത്രമല്ല, അവിടെ ഒരു റിലേഷനും കൂടെ ഉണ്ട് ആ ട്രീറ്റ്മെന്റ് ഫാക്ടറി. കാരണം അതും ഡോക്ടേഴ്സാണ് വെരിഫൈ ചെയ്യുന്നത്. അപ്പം വളരെ സന്തോഷം. നമുക്ക് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത്രയും സമയം നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ആ ഒരു റിക്വയർമെൻ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു സംശയമാണ്. 650 ദർഹത്തിന് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന ഒരു സാധാരണ ഒരു ആളിന് അത് ഏതൊക്കെ ലെവലിലാണ് അവർക്ക് ബെനിഫിറ്റ് ആകുന്നത്? ഈ 650 എന്ന് പറയുന്നത് മുമ്പ് 525 എന്ന് പറഞ്ഞൊരു യൂണിഫൈഡ് പ്രീമിയം ആയിരുന്നു എല്ലാ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഷുറൻസിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് ഈ വർഷം ഗവൺമെൻറ് അത് ചേഞ്ച് ചെയ്തിട്ട് ഗവൺമെൻറ് തന്നെ എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും അതിൻ്റെതായ ഒരു എന്താണോ ആ 525 ബേസിക് പ്ലാനിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റേണ്ടത് അതിന് വേണ്ട ഒരു പ്രീമിയം നിങ്ങൾ തന്നെ ഫൈനലൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്നപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും ഒരു ബെഞ്ച് മാർക്ക് ആക്കി വെച്ചിരുന്ന പ്രീമിയമാണ് ഞാൻ 650 എന്ന് പറഞ്ഞത്. അതിന്ന് എല്ലാവർക്കും 650 അല്ല, 600 തൊട്ട് 750 വരെ വേരിയേഷനിൽ ഈ സെയിം പ്ലാൻ ഇന്ന് ഡിഫറെൻറ്റ് ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനി 650ക്ക് കൊടുക്കുന്നത് വേറെ ഏറ്റവും കുറവായിട്ട് കൊടുക്കുന്നത് 625-നുണ്ട്, 700-നുണ്ട്, 750-ക്കും ഉണ്ട്. ദർ ഇസ് നോ ഡിഫറൻസ് ഓൺ ദ പ്ലാൻ, സെയിം പ്ലാൻ. പക്ഷേ കഴിഞ്ഞ വർഷം വരെ എല്ലാവർക്കും ഒന്ന് തന്നെയായിരുന്നു. അത് കമ്പൽസറി ആയിട്ട് കൊടുത്തിരുന്നതായിരുന്നു. ഇപ്പോൾ ആ സെയിം പ്ലാനിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷേ പ്രീമിയത്തിൽ മാറ്റം വന്നു. ഓരോ ഇൻഷുറൻസ് കമ്പനിയും അവരുടെ യൂട്ടിലൈസേഷനും അവരുടെ കറണ്ട് സിറ്റുവേഷനും വെച്ചിട്ട് ചിലർ 650ക്ക് കൊടുക്കുന്നു, ചിലരത് 700-ന് കൊടുക്കുന്നു. പിന്നെ ആ ബെനിഫിറ്റിലേക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന പ്ലാൻ ഇപ്പം നമ്മൾ പറയുകയായിരുന്നെങ്കിൽ ഡെൻ്റൽ എന്തുണ്ടായിരുന്നില്ല, കഴിഞ്ഞ വർഷം വരെ ഈ പ്ലാനിൽ അവൈലബിൾ അല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ പ്ലാൻ എടുത്താൽ പോലും ഡെൻ്റൽ ഇവിടെ കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആയതുകൊണ്ടും ഡെൻ്റൽ ഓപ്ഷൻസ് നമ്മുടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസിലും അല്ല. അത് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് വലിയ പ്ലാനുകളിൽ, ചെറിയ പ്ലാനുകൾ അത് വരാറേ ഇല്ല. കാരണം ഡെൻ്റലിലേക്ക് നമ്മളൊരു മിനിമം ആഡ് ചെയ്താൽ പോലും 1000 ദിറംസ് ആഡാകും. 500 ദിറംസിന്റെ പ്ലാൻ എടുക്കുമ്പോൾ 1000 ദിറംസ് ആഡ് ചെയ്തിട്ട് ഡെൻ്റൽ എടുക്കുമോ? അതും ഡെൻ്റലിന് 2000 ദിറംസ് ആണ് നമുക്ക് ലിമിറ്റ് കിട്ടുക. അപ്പം അത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രീമിയം കൂട്ടിയതോട് കൂടിയിട്ട് ഇൻഷുറൻസ് കമ്പനിയോട് പറഞ്ഞു, വിത്ത് ദിസ് ഇൻക്രീസ് ഡെൻ്റൽ ബെനിഫിറ്റ് മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഒരു മിനിമം 500 ദിറംസിൻ്റെ ഡെൻ്റൽ ബെനിഫിറ്റ് ഓട്ടോമാറ്റിക്കലി എന്തിലേക്കുണ്ട്, ഈ പ്ലാനിൽ കവേഡ് ആണ് ഇപ്പോഴത്തെ ഈ പ്ലാനിലേക്ക്. അപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ബേസിക് പ്ലാനിൻ്റെ ഒരു ഓവറോൾ ബെനിഫിറ്റ് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ബേസിക് ഉണ്ട് 650 ആകട്ടെ 700 ആകട്ടെ നമ്മൾ എടുക്കുന്ന ഈ പ്ലാനിൽ ഒരാൾക്ക് അത് ആക്ച്വലി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 4000-ന് താഴേക്ക് സാലറിക്ക് ഉള്ളവർക്കാണ്. അതാണ് രണ്ടായിട്ടുണ്ട് കേട്ടോ. 4000-ന് മുകളിലേക്കുള്ളവർക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള പ്ലാൻ എടുക്കണം എന്നാണ് ഗൈഡ് ലൈൻസ്. ഈ പ്ലാൻ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി പീപ്പിൾ ഡ്രോയിങ് സാലറി ബിലോ 4000 അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ആ പ്ലാനിനകത്ത് 150,000-ന്റെ ആനുവൽ ലിമിറ്റ് ഉണ്ട്, 150,000 in AED. സോ 150,000 AED ആനുവൽ ലിമിറ്റ് ഉണ്ട്. മെഡിസിൻ ലിമിറ്റ് ആയാൽ കൺട്രോൾഡ് ആണ്. 1500 ദിറംസ് ആണ് അതിനകത്ത് മെഡിസിൻ ലിമിറ്റ് വരുന്നത്. അതിനകത്തൊരു കോ ഇൻഷുറൻസും അപ്ലിക്കബിൾ ആണ്. എന്ന് പറഞ്ഞാൽ എവറി ടൈം യു ബൈ 100 ദിറംസ് മെഡിസിൻ യു ഹാവ് ടു പേ 30 ദിറം ഫ്രം യുവർ പോക്കറ്റ്. സോ 30% മെഡിസിനിൽ കോ ഇൻഷുറൻസ് ഉണ്ട്. ബാക്കിയെല്ലാ കൺസൾട്ടേഷനിൽ ആയിക്കോട്ടെ, നമ്മൾ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ കാര്യങ്ങളിലൊക്കെ 20% കോ ഇൻഷുറൻസ്. ലൈക്ക് ഇഫ് ദർ ഇസ് ഒരു 1000 ദിറംസിൻ്റെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 200 ദിറംസ് നമ്മുടെ കയ്യിൽ നിന്ന് പേ ചെയ്യണം. അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോ ബഡ്ജറ്റഡ് ഒരു സ്കീമാണ്. അപ്പോൾ പരമാവധി കസ്റ്റമർക്കും കൂടെ അതിനകത്തൊരു കോ ഇമ്പാക്റ്റ് ഉണ്ടാവണം, എന്നാലേ നമ്മൾ അത് അൺനെസറി യൂട്ടിലൈസേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ഫ്രീ ആണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് പോലെ എടുത്ത് വീശും. ആ ഒരു ഇതിന് കൺട്രോൾഡ് മെക്കാനിസം ആയിട്ട് ഒരു കോ ഇൻഷുറൻസ് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഓവറോൾ 150,000-ന്റെ
ആനുവൽ ലിമിറ്റ് ഉണ്ട്. മേജർ എല്ലാ മെഡിക്കൽ കണ്ടീഷൻസും കാണാം. IP ആണെങ്കിൽ കോ ഇൻഷുറൻസ് ആപ്ലിക്കബിൾ അല്ല, നമുക്ക് ഫുള്ളി കവേർഡ് ആണ്. ആകെപ്പാടെ നമുക്ക് IP 1500 dirhams 1 ഇയറിൽ ടോട്ടൽ കട്ടാവുള്ളൂ. ഫുൾ 150,000 150,000 കവറേജ് കിട്ടും. ഇതാണ് ഒരു ബേസിക് പ്ലാൻ. പിന്നെ അതിന് മുകളിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ഒട്ടും കോ ഇൻഷുറൻസ് ഇല്ലാത്തത് എടുക്കാം. ഫുൾ ഫാർമസി ലിമിറ്റ് ഫുൾ 150,000 വരെ ഫാർമസി ലിമിറ്റ് ഉള്ള പ്ലാൻ ഉണ്ട്. 250,000 ഉള്ളതുണ്ട്, 1 million ഉള്ളതുണ്ട്. സോ ലൈക്ക് യു ക്യാൻ ഗോ അപ് ടു എനി ലെവൽ. ബെയർ മിനിമം എന്ന് പറയുന്നതിൽ തന്നെ ഒരു മനുഷ്യന് വേണ്ടത് ബേസിക് അതിനകത്തുണ്ട് ഉറപ്പായിട്ടും. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.